കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 51 സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പാപം ജീവിതത്തിൽ പ്രവേശിച്ച് മാനുഷികമായി അല്ലെങ്കിൽ മാനസികമായി ആത്മീയമായി തകർന്നു പോയ ഒരു മനുഷ്യന്റെ നിലവിളി ആണ് നമ്മൾ കേട്ടത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്നുള്ളത്. പ്രൈസലോ. ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. അല്ലേ? ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിർമ്മലതയും ദയയും ഭയഭക്തിയും വിശുദ്ധിയും നിലനിർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു ദിവസം മാത്രമുള്ള തുടർമാനമായ ജീവിതത്തിൽ നിലനിർത്തേണ്ട കാര്യമാണ്. അല്ലേ? തന്റെ പാപങ്ങൾക്ക് വേണ്ടി മനം നൊന്ത് കരഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ച ഈ നിലവിളി, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ചെവി കൊടുക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനല്ല ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും. ചിലരൊക്കെ പറയും ഞാനൊരു പാപവും ചെയ്യാറില്ല. അങ്ങനെ പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ ആരും വിശുദ്ധനില്ല, എല്ലാവരും അശുദ്ധനാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വിശുദ്ധനെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണം. പ്രൈസറോ. ആരെയും കാണിക്കാൻ പറ്റത്തില്ല. എന്നെ അടക്കോ പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കുറവുകളുണ്ടാകും, ഏതെങ്കിലും വിധത്തിൽ കുറവുകളുണ്ടാകും. രക്തം ചെയ്യും. പല മാസങ്ങൾ, വർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു വീട് അടച്ചു പൂട്ടി ഇട്ടിരുന്നാല് പ്രൈസറോ, ആ വീട് മുഴുവൻ എന്ത് ചെയ്യും? പൊടിയും മണ്ണും ഉള്ള കുപ്പയും നിറഞ്ഞ് ആ മുറി മുഴുവൻ മാറാമ്പല് പിടിച്ച് അതിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ ആ വീട് അങ്ങനെ നാശമായി കിടക്കും. അല്ലേ? നാശമായി കിടക്കും. ആ മുറിക്കകത്ത് ഒരു കാരണവശാലും പ്രവേശിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം വിമിഷ്ടമാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. അടച്ചിട്ട മുറിക്കകത്ത് അല്ലേലിയ പൊടിയും മണ്ണും കുപ്പയും മാറാമ്പലും ഒക്കെ പിടിച്ച് ആമയും പലവിധമായ പ്രാണികളും ഇഴജന്തുക്കളും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നത് പോലെ ആണ് മനുഷ്യ ജീവിതവും. ഈ വീടിന്റെ അവസ്ഥ തന്നെ മനുഷ്യന്റെ ജീവിതവും. മനുഷ്യന്റെ ജീവിതത്തിനകത്തും ഇതുപോലെ പാപസ്വഭാവങ്ങൾ, കഞ്ചാവും കള്ളും ചരസും കറുപ്പും ഹാഷിഷും ഹെയറോയിനും ബ്രൗൺ ഷുഗറും തമ്പാക്കും തുളസിയും വേദന്റെ മുറുക്കാനും അതുപോലെ തന്നെ കത്താവി, അതുപോലെ തന്നെ ആ MDMA സിന്തസിസ് സ്രാവുകൾ, കള്ള്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, വ്യഭിചാരം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പരദൂഷണം, അതുപോലെ പരിഹാസം, ഇതൊക്കെ നിറഞ്ഞ മനുഷ്യന്റെ ജീവിതം. അല്ലേരിയ. ഈ വീട് മാറാമ്പലി പിടിച്ചു കിടക്കുന്ന പോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. പാപത്താൽ നിറയപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവിതം. നിങ്ങൾ ഇതിലേതെങ്കിലും ഒരാളാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരാളാണ്. ഉമ്മി ഭാര്യയെ സംശയം, അല്ലെ ഭർത്താവിന് ഭാര്യയെ സംശയം, അല്ലെ കുടുംബത്തിൽ കലഹം, അപ്പനെ അമ്മയെ അടിക്കുക, ഭവനത്തിനകത്ത് പ്രശ്നം, കൊള്ള, പലിശ, കൈക്കൂലി വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്താൽ നിറയപ്പെട്ടവരാ മനുഷ്യൻ. അന്യന്റെ ഭാര്യയെ മോഹിക്കുക, അന്യന്റെ ഭാര്യയെ കൈവശമാക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളെ വഞ്ചിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, വശീകരിച്ച് ലേരിയ. ഇങ്ങനെയൊക്കെ നിറയപ്പെട്ടതാണ് പ്രിയരെ മനുഷ്യജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ അതിലൊരാളല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്തോത്രം. ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ ഉള്ളിലുണ്ടായിരിക്കും. അത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ വീട് മാറാമ്പല് കെട്ടി താമസയോഗ്യമല്ലാതെ കിടക്കുന്ന പോലെ തന്നെ നിന്റെ ജീവിതം പാപത്താൽ നിറയപ്പെട്ടതാണ്. പാപത്താൽ നിറയപ്പെട്ട ജീവിതത്തെ നീ ക്രമീകരിക്കണം. ഈ വീട് പിന്നെ ആ വീട്ടുടെ വന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കല്ലും മണ്ണും കുപ്പയും പൊടിയും എല്ലാം നീക്കിക്കളഞ്ഞ് മാറാമ്പല് അടിച്ചു മാറ്റി
വൃത്തിയാക്കി ആ വീട് താമസയോഗ്യമാക്കി എടുക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപസ്വഭാവങ്ങളും നാം അടിച്ചു വാരി വൃത്തിയാക്കണം. അതിനൊറ്റ മാർഗം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം കർത്താവിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ പാപത്തിന്റെ കറകളെയും കർത്താവ് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് നമ്മെ നിർമ്മലനാക്കിയെടുക്കും, വെടിപ്പുള്ളവനാക്കിയെടുക്കും, മാറ്റും. അത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നിന്റെ ജീവിതം നിനക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരിന്റെ അനുഭവമാണ്. എന്നും പ്രശ്നങ്ങളും നിലവിളികളും മാത്രമാണ്. മുമ്പോട്ട് പോകാൻ കഴിയാതെ മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്നതിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നിന്റെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ നീ നീക്കിക്കളയണം. രക്തം ചെയ്യും. പാപത്തിന് നീ അടിമയായി മാറരുത്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിന് എപ്പോൾ അടിമയാകുന്നു അപ്പോൾ സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങും. പാപത്തെ നീ ഉപേക്ഷിച്ച് നീ നിർമ്മല ജീവിതം നയിക്കണം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പാപം കടന്നു വന്നപ്പോൾ, പാപസ്വഭാവം കടന്നു വന്നപ്പോൾ താനതിനെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു. തന്റെ കണ്ണുകൾക്ക് ഇമ്പമായ രീതിയിൽ തന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആമേൻ വെളിപ്പെട്ട ആ അനുഭവത്തെ താനത് ജീവിതത്തിൽ സ്വീകരിച്ച് പാപമായി മാറി, ദൈവത്തിന് കുറ്റക്കാരനായി മാറി. ദൈവം നാഥാം പ്രവാചകനെ തന്റെ കൊട്ടാരത്തിലേച്ച് ദാവീദിന്റെ പാപങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഹല്ലേലൂയ അദ്ദേഹം നെടുമ്പാട് വീണ് നിലവിളിച്ചു, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കണമേ. ഈ നിലവിളി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. സ്തോത്രം. ഞാൻ ഈ നിലവിളിച്ചിട്ടുള്ളതാണ്. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന നാളുകളിൽ തിരുവചനം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ എനിക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് ഹല്ലേലൂയ സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമെന്ന് അന്ന് തൊട്ട് ഇന്നുവരെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ മനുഷ്യന്റെ പാപത്തിൽ വീഴും. മക്കളുടെ സംസാരത്തില്, ഭാര്യയുള്ള സംസാരത്തില്, അപ്പനമാരുടെ സംസാരത്തില്, ആമി സഭയുള്ള ദൈവദാസന്മാരുടെ നമ്മുടെ ആമി ഗുരുക്കന്മാരുടെ സംസാരത്തിൽ പലപ്പോഴും നമ്മുടെ വാക്കുകൾ പോകാറുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ നമ്മൾ സംസാരിക്കും. അതൊക്കെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി എന്ന് പറയുന്നത് വളരെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. നിർമ്മലമായ ഒരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അശുദ്ധികൾ കൊണ്ട് നിറയപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. സ്വഭാവം രക്തം ചെയ്യാൻ അശുദ്ധി നിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയതാണ് എന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. എന്റെ കുടുംബത്തിൽ ശാപം പെരുകിയത് ഭവനത്തിനകത്തെ അശുദ്ധിയാണ് തലമുറ കണ്ടുപിടിച്ചവർ പിന്നെ പാപത്തിന്റെ വഴിയിലേക്ക് കടന്നുപോയതും കുടുംബത്തിനകത്ത് കണ്ട സ്വഭാവങ്ങളാണ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ മാനസാന്തരം ആവശ്യമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നമ്മളെ ദൈവരാജ്യത്തിൽ നിത്യമായി സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പാപത്തിന് പരിഹാരം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിഞ്ഞ ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ട് ഒരിക്കലും പാപപരിഹാരമില്ല, ശുദ്ധീകരണമില്ല. മരിച്ചുപോയ എന്റെ ആത്മാവ് എന്നേക്കുമായി ഒന്നുകിൽ ആമയിലറിയ നിത്യമായ ആമി രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോവുകയാണ്. സ്വർഗപ്രദേശം യാത്ര സ്ഥലം എന്നെ പറയുന്നത്. ആമിയുടെ ആത്മാവ് യാത്ര സ്ഥലത്തേക്ക്, വീണ്ടെടുക്കപ്പെട്ട എന്റെ ആത്മാവ് പരദീസിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നാം കടന്നുപോയി. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ ആമി പ്രശ്നക്കാരനായി മാറരുത്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, ദേശത്തെ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, സഭയ്ക്കകത്ത് പ്രശ്നം, അയൽവാസിയായിട്ട് ചണ്ടയിടുക, ഇതെല്ലാം നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളാണ്. മറ്റുള്ളവനെ കുറിച്ച് പരിഹാസം പറയുക, ദൂഷണം പറയുക, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, ഇതൊക്കെ നിന്റെ ഉള്ളിലെ പാപമാണ്. നീ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ നിനക്ക് നിത്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. വിശുദ്ധിയുടെ വാചകം നമ്മൾ കേൾക്കണം. ജീവിതം വിശുദ്ധീകരിക്കണം. എന്നിട്ടും മതി പണമൊക്കെ. ജീവിതം വിശുദ്ധീകരിച്ച് ജീവിതം ദൈവത്തിന് ഇഷ്ടമായി, ദൈവത്തിന് ഇഷ്ടമുള്ള നിർമ്മല ഹൃദയം നമ്മൾ പുതുക്കിയിട്ട് വേണം ഈ ഭൂമി നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുന്നവരിവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കത്തില്ല. അവൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കും. ഹല്ലേലൂയ. ദൈവഭയമില്ലാത്തവൻ ഈ ലോകത്തിൽ ഹല്ലേലൂയ അടിച്ചുപൊളിച്ച് ജീവിക്കും. അടിച്ചുപൊളിച്ച് ജീവിച്ച് അവസാനം നരകത്തിലെത്തും. പ്രൈസ് ദി ലോർഡ്. ധനവാൻ ഈ ഭൂമിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ അടിച്ചുപൊളിക്കുന്നതല്ല. അദ്ദേഹം ധൂമറോസം പട്ടും ധരിച്ച് ദിനം പ്രതി തന്റെ ആമി സുഖിച്ചുകൊണ്ടിരുന്നു.
അല്ലെങ്കിൽ ദരിദ്രൻ ലാസറുണ്ടായിരുന്നു. അവൻ ധനവാന്റെ മേശയിൽ വീഴുന്ന അപ്പവിരുക്കൾ തന്നെങ്കിലും ജീവിതം മുമ്പോട്ട് കൂടെ ശ്രമിച്ചു. രണ്ടുപേരും മരിച്ചു. ലാസർ മരിച്ച് അബ്രഹാമിന്റെ പടിയിലേക്ക് പോയി. ധനവാൻ മരിച്ച് യാതൊരു സ്ഥലത്തേക്ക് പോയി. യാതൊരു സ്ഥലത്ത് കിടക്കുമ്പോഴാണ് ധനവാൻ മുകളിലോട്ട് നോക്കി അബ്രഹാമിന്റെ പടിയിൽ തന്റെ മേശയിൽ വീഴുന്ന അപ്പവിരുക്കൾ തിന്ന് വിശപ്പടക്കം ശ്രമിച്ച് ലാസർ അബ്രഹാമിന്റെ പടിയിലിരിക്കുന്നത്. ധനവാനോടൊക്കെ നിലവിളിക്കുന്നുണ്ട്, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ ഏറ്റവും മുക്കി എന്റെ നാവിനെ തടുപ്പിക്കണമേ. അബ്രഹാം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിനക്ക് ഇങ്ങോട്ടും വരാൻ കഴിയില്ല, നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. ലൂക്കോസിന്റെ വിഷയം അല്ലെങ്കിൽ 16 അധ്യായം വായിച്ചിട്ടുണ്ട്, 19 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ സ്വതന്ത്രം. ഇവിടെ നമുക്ക് മാനസാന്തരമാണ് ആവശ്യം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാനസാന്തരമാണ് ആവശ്യം. മാനസാന്തരത യോഗ്യമായ ഫലം കായ്ക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലായിരുന്നു വിളിച്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീന്ന് വിളിച്ചു പറഞ്ഞത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ സന്ദേശമാണ്. യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞ സന്ദേശം ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാ മാറാമ്പലും പൊടികളും തട്ടിക്കളഞ്ഞാൽ വീട് കഴുകി വൃത്തീകരിക്കുന്ന പോലെ തന്നെ, വൃത്തിയായി എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി എടുക്കണം. അങ്ങനെ നിന്റെ ഹൃദയത്തെ കഴുകി വെടിപ്പാക്കി എടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ശാപം മാറും, പാപം ക്ഷമിക്കപ്പെടും, അകൃത്യങ്ങൾ മാറും, നീ ശുദ്ധീകരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിന്മേൽ സാത്താന്റെ ആധിപത്യം തകർന്നു പോകും. ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ ഭവനത്തിൽ നിന്റെ ജീവിതത്തിൽ വരും. നിന്റെ മുൻ സ്വഭാവങ്ങളിൽ മാറി, നിന്റെ പഴയ മനുഷ്യൻ നിന്നിൽ നിന്ന് മാറി നീ ഒരു പുതിയ മനുഷ്യനായി മാറും. രക്തം ചെയ്യും. ഒരു പുതിയ മനുഷ്യന് മാത്രമേ നല്ലത് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന് മാത്രമേ നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ ഹൃദയത്തെ കഴുകി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന മുറിയെ നിങ്ങൾ വൃത്തിയാക്കിയെടുക്കണം. നമ്മൾ അടഞ്ഞിടന്ന വീട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കുന്നവരെ നമ്മുടെ ഹൃദയമാകുന്ന മുറി കർത്താവിന് കൊടുത്തിട്ട് നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി എടുക്കണം. പ്രൈസലോ. എന്തിനാണ് തമ്മിലൊന്ന് സംസാരിക്കാൻ കഴിയാതെ, തമ്മിലൊന്ന് ചിരിപ്പാൻ കഴിയാതെ, ഒരു പരസ്പരം സ്തോത്രം പറയാൻ കഴിയാതെ, കൈ കൊടുക്കുക, പ്രൈസ് കൊടുക്കാൻ കഴിയാതെ, സ്വന്തം സഹശുശ്രൂഷനെ, സ്വന്തം സഹപ്രവർത്തന വിശ്വാസിക്കണം തലകുനിച്ചു പോകുന്ന എത്രയോ പേരാ. ഹല്ലേലൂയ. മാതാപിതാക്കളും വീണ്ടാത്തവർ. ഹല്ലേലൂയ, എത്ര ആളുകൾ. പ്രൈസലോ. ഞങ്ങളുടെ അടുത്തൊരാളുണ്ട്, രണ്ടുപേരും ഒറ്റ കാറിൽ അവർ പള്ളിയിലേക്ക് പോകുന്നത്. ബാഗിലത്തെ സീറ്റിലായിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് നോക്കുന്നു, പരസ്പരം മിണ്ടത്തില്ല. പള്ളിയിൽ പോകുന്നു വരുന്നു എല്ലാം എപ്പോഴും അങ്ങനെ. ജീവിതത്തിൽ മിണ്ടത്തില്ല. മുഖത്തോട് മുഖം നോക്കി അപ്പോൾ അടിക്കണം. അവർക്കൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. അവർക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുവോളം നിത്യം നരകമാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ഭൂമി ജീവിച്ചതിന്റെ ജീവിതം നരകത്തിന് വിട്ടുകൊടുക്കരുത്. നരകത്തിൽ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലെന്നോർത്തോണം. അവിടെ സകല ദുഷ്ടന്മാരും സകല പൈശാചിക ശക്തികളും ആ നരകത്തിലുണ്ട്. അവിടെ പല്ലുകടിയ, അവിടെ സ്വസ്ഥതയില്ല. എന്ന സ്വർഗരാജ്യം എന്ന് പറയുന്നത് കോടാന്മാര് കൂടി വിശുദ്ധന്മാര്, ഗരുവുകളും സാറാപ്പുകളും ദൈവത്തിന്റെ ദൂതന്മാരും അടങ്ങിയ സംഘമാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ നമുക്ക് സമാധാനം, സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദാവീദ് കിടന്ന് നിലവിളിക്കുന്നത്, ദൈവമേ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ, നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിൻ എടുക്കുകയും വരുത് എന്നൊക്കെ പറഞ്ഞ് കരയുക. നല്ലൊരു കരച്ചിലാവശ്യം ഈ കാലഘട്ടത്തിൽ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതിവാക്കന്മാരുടെ ഒരു കരച്ചിൽ നിനക്ക് ആവശ്യമാണ്. ലേറിയ ഇപ്പൊ നിങ്ങളുടെ പ്രിയ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധമായി നിർമ്മലമായി മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. ലേറിയ
നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ ജീവിതം ശുദ്ധമായി നിർമ്മലമായി മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആദ്യം ശുദ്ധമായി മാറും. പരിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ യേശുവിന് വസിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം നിറയണം. ഹല്ലേലൂയ. പരിശുദ്ധമായ ഹൃദയം പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവവചനത്താൽ നിറയ്ക്കപ്പെടണം. നിങ്ങളുടെ ഹൃദയം എന്താ? ദൈവത്തിന്റെ വചനത്താൽ നിറയ്ക്കപ്പെടണം. ഈ ലോകത്തിലെ ചപ്പും ചവറും മാലിന്യവും കുന്നായ്മയും കുരുട്ടുബുദ്ധി ഒന്നും അല്ല നിന്റെ ഹൃദയത്തിൽ നിറച്ചു വെക്കേണ്ടത്. ദൈവം വചനം, ദൈവ സ്നേഹം നിറച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുവാനായി ഒരുവൻ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവനെ സഹായിക്കുവാനായി ദൈവം പരിശുദ്ധാത്മാവിനെ എന്തിന്റെ മേൽ അയക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ വചനപ്രകാരം നീ ജീവിക്കുവാൻ, പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിപ്പാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് സഹായത്തിനായി നിന്റെ ഉള്ളിലാക്കി തരും. രക്തം ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് വായിക്കണം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആരെ? പരിശുദ്ധാത്മാവെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധം വരുത്തും. ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദാവീദിന്റെ പാപം പറഞ്ഞപ്പോൾ, ദാവീദിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, ദാവീദിന് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ദാവീദ് മനസ്സറിഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമ്പോൾ നിങ്ങൾ വീണ് കിടന്ന് നെടുമ്പാട് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ഹൃദയത്തിൽ വചനം നിറച്ച്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് വസിക്കുന്ന മന്ദിരമായി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം കർത്താവിന് വേണ്ടിയിട്ടാ, ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിതം. മനുഷ്യൻ ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ. ഇവിടെ രണ്ടാമതൊരു ജീവിതമില്ല. ഹല്ലേലൂയ. പലരും പറയുന്നു ഇവിടെ പുനർജന്മം ഉണ്ടെന്ന്. പുനർജന്മം എന്ന് പറയുന്നൊന്നും ഭൂമിയിലില്ല. ആർക്കും മരിച്ചു പോയതിനു ശേഷം പുനർജന്മമായിട്ട് ഇവിടെ വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതൊക്കെ ചില സങ്കല്പങ്ങളും ചില കഥകളും മാത്രമാണ്. മനുഷ്യന്റെ മരണത്തോടുകൂടി എല്ലാം ഭൂമി നഷ്ടപ്പെടുകയാണ്. അവന്റെ ജഡം ഇവിടെ വിട്ട് അഴുകിച്ചേരുന്നവന്റെ ആത്മാവ്, വീണ്ടെടുക്കപ്പെട്ടവന്റെ ആത്മാവ് നിത്യമായി പർദീസയിലും, വീണ്ടെടുക്കപ്പെടാത്തവരുടെ പാപിയുടെ ആത്മാവ് നിത്യ യാതൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ ന്യായവിധിക്ക് മാത്രമേ ഈ രണ്ടു കൂട്ടരെ ദൈവം വിളിക്കത്തുള്ളൂ. അല്ല പുനർജന്മം എന്ന് പറയുന്നില്ലേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സംസാരിച്ച് പറഞ്ഞു, എന്റെ മകൾ ആത്മഹത്യ ചെയ്തു. അന്നുകൂട്ടിയ വളരെ മാനസിക ടെൻഷൻ, പ്രയാസമാണ്. അവൾക്ക് പുനർജന്മത്തിൽ നല്ലൊരു ആത്മാവിനെ, നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ സഹോദരി അങ്ങനെ ഒരു പുനർജന്മമില്ല. ഇനി ആ സഹോദരി തൂങ്ങിച്ചത്ത സഹോദരി ഒരിക്കലും അല്ലെങ്കിൽ മാനസാന്തരമില്ല, ഒരിക്കലും അവർക്ക് പുനർജന്മമില്ല. വേദപുസ്തകത്തിന്റെ ഭാഗമുണ്ട്. ആവർത്തന പുസ്തകം 23, 24 വായിക്കുമ്പോൾ അവൻ തൂങ്ങി വരിക്കുന്നവൻ ശാപഗ്രസ്തൻ എഴുതി വെച്ചിരിക്കുന്നത്. തൂങ്ങി വരിക്കുന്നവൻ ശാപഗ്രസ്തൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് നിങ്ങളുടെ മകൾക്കൊരു പുനർജന്മമില്ല. ഞങ്ങൾ അങ്ങനെയല്ല പഠിക്കുന്നത്. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും ഞങ്ങൾ പറഞ്ഞ സത്യവേദ പുസ്തകമാണ്, യഥാർത്ഥ പ്രമാണം. അതിലെഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പം ഞാൻ ആ സൗരിക്കൊരു വളരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സൗര മനസ്സിന് സമാധാനമുണ്ടെന്ന് പറഞ്ഞു. അതെ, മനസ്സിന് സമാധാനം വേണം. എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെടാതെ നിനക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവന്റെ കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും കളവ് കുറഞ്ഞു മേടിച്ചും അപകരിച്ചെടുത്തു കൊണ്ടുവന്നും മറ്റുള്ളവന്റെ മുതൽ നിന്റെ കൈവശമാക്കി കൊണ്ടുവച്ചിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അത് നിനക്ക് ദോഷമായി മാറും. അത് പാപമാണ്. അതിനെ നഷ്ടത്തിലേക്ക്, നാശത്തിലേക്ക്, കലഹത്തിലേക്ക്, നിന്റെ ജീവിതത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. ആദ്യമൊക്കെ സന്തോഷമായിട്ട് തോന്നും, പക്ഷെ പിന്നെ വേദനയായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നീ മാനസാന്തരപ്പെടണം. മടങ്ങി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വചനം നിറയ്ക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുവാനായി ഒരുവൻ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവനെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെ നടക്കുന്നില്ല. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 119 സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 9 വാക്യം വായിക്കും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതോമ്പാൻ. നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ ഒന്നാമത്തെ കാര്യം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലനായപ്പോലും അവരോട് ദൈവവചനം പറഞ്ഞു കൊടുത്തവരുടെ ഹൃദയത്തെ അശുദ്ധിയുമാക്കി
അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ശുദ്ധീകരണം നൽകും. വചനം ബാലന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന് ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അല്ലെങ്കിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും സുപരിചിതമാണ് ഈ വാക്യം. യുവതലമുറയിൽ നിന്ന് വളർന്ന് വരുന്ന സകലവിധ പാപങ്ങൾക്കും അമേലിയ വിധേയപ്പെട്ട നമ്മുടെ തലമുറ വളർന്നു വരുന്ന സകലവിധ പാപങ്ങൾക്കും വിധേയപ്പെട്ട. സ്കൂളുകളിൽ കണ്ടില്ലേ, കുട്ടികൾ തമ്മിൽ അടിച്ച് കലഹിച്ച് തമ്മിലടിച്ചും വെട്ടിയും കുത്തിയും വെടിവെച്ചും വേണ്ട എന്തെല്ലാം പ്രകോപനങ്ങൾ സ്കൂളിൽ. എന്താണ് കള്ളും കഞ്ചാവും ലഹരി അടിച്ച് നമ്മുടെ കുഞ്ഞ് സുബോധം, തലമുറയുടെ സുബോധം നഷ്ടപ്പെടുന്ന സകല പാപത്തിലൊരു വളരുന്നു. ആണും പെണ്ണും അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത ഭൂമി മനുഷ്യന്റെ മുമ്പിൽ പറയുവാൻ കഴിയാത്ത ആക്രമങ്ങളിലേക്ക് അശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് ദൈവമക്കളെ എന്നെ കുറിച്ച് കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവവചനം പറഞ്ഞു കൊടുത്ത് വചനം നിറയ്ക്കണം. പാപത്തെക്കുറിച്ച് അവനെ ഉണർത്തിക്കണം, പാപത്തെക്കുറിച്ച് അവനോട് പറയണം, പാപത്തെക്കുറിച്ച് അവന് ബോധ്യം ഉണ്ടാകണം, തെറ്റുകൾ തിരുത്തി മടങ്ങി വരണം. അല്ലേലിയ. ഈ ഭൂമിയിലെ 70 80 വയസ്സുകൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് ഓർക്കണം. മരണത്തിനപ്പുറം നിനക്കൊരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം നിത്യതയുണ്ട്. ആ നിത്യത എന്ന് പറഞ്ഞ ദൈവം 2 സ്ഥലം. ഒന്ന് പാപിക്ക് നിത്യത എന്ന് പറഞ്ഞ നരകം, വിശുദ്ധന്റെ നിത്യത എന്ന് പറഞ്ഞ സ്വർഗം. നീ എങ്ങോട്ട് പോകും? ലേലിയ, നീ വലിയ പുള്ളിയാണ്, എന്നെ കവിഞ്ഞ് മറ്റാരും. ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിറയ്ക്കും, ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുന്നൊക്കെ ചില ചിന്താഗതി നിനക്കൊണ്ട് ശ്രോതാവേ. നീ അഹങ്കാരിയാണ്. നിന്റെ അഹങ്കാര ഹൂങ്കാര മനോഭാവം കൊണ്ട് നിനക്ക് ഭൂമിയിൽ മാത്രമേ വിലസാൻ പറ്റത്തുള്ളൂ. ലേലിയ, നിനക്കൊരു മരണമുണ്ട്. നിന്റെ മരണാനന്ദം നീ പോകുന്ന നരകത്തിലേക്ക്, പിശാചുക്കളുടെ അരികിലേക്ക്. അവിടെ നിനക്ക് ചലയ്ക്കാൻ പറ്റത്തില്ല, അവിടെ നിനക്ക് കലഹിക്കാൻ പറ്റത്തില്ല. അവിടെ നീ അലിയ മുള്ളും പറക്കാരി എന്ന് പറഞ്ഞവരെ കിണാത്ത തീ, ചാകാത്ത പുഴുവുള്ള തീക്കകത്ത് കിടന്ന് വേഗാതെ വീകും. ലേലിയ, അതേ മാനസാന്തരം വേണം പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ തലമുറകൾ പാപത്തിൽ. എന്തിന്? ഞാൻ എല്ലായ്പ്പോഴും ബാല്യവും കൗമാരവും അല്ലേലിയ സൂക്ഷിക്കണം. യൗവനത്തിൽ ചോരത്തിളപ്പാണ്. അല്ലേലിയ, വാർദ്ധക്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യരും പാപികൾ. ലേലിയ, നിങ്ങൾ യഥാർത്ഥത്തിൽ പാപിയ ശ്രോതാവി. നിങ്ങൾ ഇനി പാപിയല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പാപിയല്ലാതെ ആയിരിക്കത്തില്ല. നിങ്ങൾ പാപി തന്നെയാണ്. ലേലിയ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം, പാപിയല്ല വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നു. ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത് കൊണ്ട് എന്റെ ഇടപാടുകളിൽ, നോട്ടങ്ങളിൽ, എന്റെ ചിന്തകളിൽ, നിരൂപണങ്ങളിലൊക്കെ തെറ്റുകുറ്റങ്ങൾ കടന്നു വരാൻ കോപം വരാൻ എനിക്ക്. അതുകൊണ്ടാണ് ഞാനും വിശുദ്ധനല്ല. ഞാൻ പിടിച്ചു പറിച്ചോ മുട്ടിച്ചോ വ്യഭിചരിച്ചോ കൊല്ലുവാനൊന്നും പോയിട്ടല്ലേ ഞാൻ പാപി എന്ന് പറഞ്ഞത്. കോപം തന്നെ ഒരു പാപമാണ്. സഹോദരനെ മൂടായി എന്ന് വിളിക്കുന്നത് തന്നെ പാപമാണ്. ലേലിയ, രക്തം ചെയ്യും. ശുദ്ധീകരണം ആവശ്യമാണ്. കർത്താവിന്റെ ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നാണ്. അവരാണ് ഭാഗ്യവാൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ശുദ്ധീകരണമാണ്, ഹൃദയത്തിന്റെ അകത്തെ ശുദ്ധീകരണം. എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും, എത്ര വില കൂടിയ സോപ്പിട്ട് കുളിച്ചാലും, വില കൂടിയ അത്രകൾ നിന്റെ ദേഹത്ത് പൂശി നീ നടന്നാലും ഹൃദയത്തിന്റെ പാപം മാറത്തില്ല. ഹൃദയത്തിന്റെ പാപം മാറണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടണം. ഇന്നും മണ്ണും കല്ലും തുരുമ്പും മാറാമ്പലും അല്ലെങ്കിൽ പൊടിയും പിടിച്ചു കിടക്കുന്ന വീട് പോലെയാണ് നിന്റെ ഹൃദയം എന്ന് പറയുന്നത്. നിന്റെ ഹൃദയത്തിനകത്തെ എല്ലാ പൊടിപടലങ്ങളും തട്ടിയെടുത്ത് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ദൈവവചനം നിറച്ച ഹൃദയത്തിന്റെ മുറിയായി മാറണം നിന്റെയും നിന്റെ മക്കളുടെയും നിന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെയും. എങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിലെത്തുവാൻ കഴിയുള്ളൂ. ഈ ഭക്തൻ അതുകൊണ്ടാണ് നിലവിളിക്കുന്നത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ. നിങ്ങൾ അങ്ങനെ നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അനുതാപം നമുക്ക് അനുതാപം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം, കുറ്റബോധം ഉണ്ടാകണം. നമുക്ക് ചെയ്തത് തെറ്റാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ അത് വളരെ ശാപമായി പോയി, ഞാൻ ആ വാക്ക് പറയരുതായിരുന്നു, തെറ്റിപ്പോയി, എന്റെ അന്നാരത്തെ കോപത്തിൽ ഞാൻ പറഞ്ഞ് ഇനി അത് ചെയ്യുകയില്ലെന്ന് ഉറപ്പുള്ള തീരുമാനം നിനക്കെടുക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. സൗമ്യതയുടെ ആത്മാവിലേക്ക് നീ മടങ്ങി വരണം. അല്ലേലൂയ.
അതിന് യേശുവിന്റെ വചനം നിന്റെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മളെ ശുദ്ധിക്കും. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതിന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ ജീവിതത്തിന് ശുദ്ധ ഹൃദയം മാത്രം പോരാ, ശുദ്ധമായ കണ്ണുകളും ആവശ്യമാണ്. വിശുദ്ധ ജീവിതത്തിന് ശുദ്ധമായ ഒരു ഹൃദയം മാത്രം പോരാ, ശുദ്ധമായ കണ്ണുകൾ നമുക്ക് ആവശ്യമാണ്. അല്ലേ? ശുദ്ധമായ കണ്ണുകൾ നമുക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്, ഒരിക്കലും ആവർത്തിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇയ്യോബ് പറയാണ്, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ? യോബ് പറയാ. യോബ് എന്ന് പറയുന്ന മനുഷ്യന് 10 മക്കളും 10 മരുമക്കളും കൊച്ചുമക്കളും ഉണ്ട്. അല്ലെങ്കിൽ യോബിനും യോബിന്റെ ഭാര്യയ്ക്കും 10 മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഉണ്ട്. വലിയൊരു കുടുംബമാണ്. അപ്പൊ നന്നായി വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന യോബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നതെന്ന്. ഈ കാലഘട്ടത്തിലെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, യോബിനെ പോലെ നിന്റെ കണ്ണുകൊണ്ട് നിനക്കൊരു നിയമം ചെയ്യാൻ കഴിയുമോ? ഈ തലമുറയോട് ചോദിക്കട്ടെ, യോബിനെ പോലെ നിന്റെ കണ്ണുകൊണ്ട് നിനക്കൊരു ഒരു നിയമം ഉടമ്പടി ചെയ്യാൻ പറ്റുമോ കർത്താവിനോട്? നിന്റെ കണ്ണുകൊണ്ട് നീ കന്യകയെ നോക്കുകയില്ല, അന്യന്റെ ഭാര്യയെ നോക്കത്തില്ല, അന്യന്റെ ഭാര്യയെ ദൃഷ്ടി വെക്കത്തില്ല, അന്യന്റെ മുതലിനെ നീ ദൃഷ്ടി വെക്കത്തില്ല, മറ്റുള്ളവന്റെ പോക്കലിന്റെ പടം നീ അടിച്ചു മാറ്റത്തില്ല, നിന്റെ കണ്ണുകൾ കൊണ്ടുണ്ടാകുന്ന പാപം എന്റെ ജീവിതത്തിൽ വരത്തില്ല, ഞാൻ പാപത്തിന് വേണ്ടി കണ്ണുകളെ വിട്ടുകൊടുക്കുകയില്ലെന്ന് യോബിനെ പോലെ നിനക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ? സ്വാഭാവി പ്രൈസലോ. മനുഷ്യന്റെ കണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണ്ണ് പോകുന്നതിലൂടെ മനുഷ്യൻ നടന്നു പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിയമം ചെയ്യാം. കണ്ണുകൊണ്ട് നിയമം. പ്രൈസലോ. ഹൃദയം മാത്രമല്ല ശുദ്ധീകരിക്കേണ്ടത്, കണ്ണ്. ദാവീദ് മാളിക മുറിയിൽ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറി ഉലാവിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബേർശേബയും തോഴിമാരും കൂടെ കുളിക്കുവാൻ വേണ്ടി കുളിക്കടവിൽ വരുന്നത്. തന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് ദാവീദിന്റെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിച്ചത്. ആ പാപമാണ് ദാവീദിന്റെ ജീവിതത്തിൽ അടങ്ങാത്ത ദുഃഖമായി മാറിയത്. ആ ദുഃഖത്തെക്കുറിച്ച്, ആ പാപത്തെക്കുറിച്ച് നാഥാപ്രവാചകൻ ഓർപ്പിച്ചപ്പോഴാണ് താൻ നിർമ്മലമായ ഹൃദയത്തിനു വേണ്ടി നിലവിളിച്ച് കരയുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹൃദയം മാത്രം പോലെ കണ്ണുകൾ ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ മത്തായിയുടെ സുവിശേഷമൊക്കെ വരുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഒക്കെ വായിക്കുന്നതൊക്കെ കാണാൻ കഴിയും. 5-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ 28-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മോഹം, വ്യഭിചാരം, വിവാഹ മോചനം, 3 കാര്യങ്ങളുടെ പറയുക. എന്ന് പറഞ്ഞാൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പൊ മോഹം എന്ന് പറയുന്ന പാപ. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ കണ്ടുകൊണ്ട് നോക്കുന്നവൻ എല്ലാ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അതല്ലേ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ബേർശേബയുടെ നോട്ടം, ബേർശേബയെ മോഹിക്കുന്ന ദാവീദിന്റെ കണ്ണുകൊണ്ട് നോക്കി, അത് ദാവീദിന്റെ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. തന്റെ അനുയായികളെ വിട്ട് ബേർശേബ തന്റെ കൊട്ടാരത്തിൽ വരുത്തി. ബേർശേബയുടെ ഭാര്യ ഊരിയാവിനെ യുദ്ധത്തിന് മുമ്പിൽ നിർത്തി കൊന്നുകളഞ്ഞു. കഠിന പാപിയായി മാറി ദാവീദ്. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയാ, ഹല്ലേലൂയ, എന്നാൽ വലം കണ്ടു നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂടിനെടുത്ത് എറിഞ്ഞു കളകാൻ. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. കണ്ണുകളെ സൂക്ഷിക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം പാപമാണ്. മനുഷ്യൻ വസ്ത്രം പോലും ധരിക്കാതെ വരുന്നത്. ആവശ്യമായ വസ്ത്രം കടയിൽ നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിന്റെ അളവിനനുസരിച്ചുള്ള വസ്ത്രം കിട്ടും. ആ വസ്ത്രം മേടിച്ച് ശരീരത്തിന്റെ അളവിനനുസരിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളെ മറയ്ക്കാതെ ആ വസ്ത്രമെല്ലാം മുറിച്ചു മാറ്റി അറ്റപ്പറ്റം കൂട്ടി യോജിപ്പിച്ച് തുന്നി വരിഞ്ഞു മുറുക്കി ശരീരത്തിൽ ഒട്ടിച്ചേർത്ത് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ചിലർ കാണില്ല, വസ്ത്രമില്ല. ഇന്നത്തെ ഉദ്ഘാടനങ്ങൾക്കല്ല വസ്ത്രമില്ലാതെ വരുന്നത് പലരും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര അതംപതിച്ചു പോയി മനുഷ്യൻ,
എത്ര തകർന്നുപോയി. നിനക്ക് നിന്റെ ശരീരം മറയ്ക്കത്തക്ക നിലയിൽ നീ വസ്ത്രം ധരിച്ച് നടക്കണം. വസ്ത്രമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീ സമൂഹത്തോട് പറയട്ടെ, നിങ്ങൾ യഥാർത്ഥ നിങ്ങളുടെ ശരീരത്തിന്റെ നഗ്നത മറയ്ക്കത്തങ്കിലും വസ്ത്രം ധരിക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടി, സ്തോത്രം, ഉദ്ഘാടനത്തിന് വേണ്ടി നിന്റെ ശരീരത്തിന്റെ നഗ്നതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് നീ പണം ഉണ്ടാക്കിയാൽ നിന്റെ ശരീരത്തിൽ പൂർണ്ണ പിടിക്കും. സ്തോത്രം. എല്ലാ കാലത്തിന്റെ ശരീരത്തിന്റെ വർണ്ണം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ ഭാവമാണ്. സഹോദരന്മാരോട് പറയട്ടെ, സഹോദരന്മാർ തങ്ങളെ കണ്ണുകൊണ്ട് നിയമം ചെയ്യണം. വാർദ്ധക്യത്തിലായിരിക്കും മനുഷ്യൻ തന്നെ കണ്ണുകൊണ്ട് നിയമം ചെയ്തെങ്കിൽ യോവേ, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നിയമം ചെയ്യണം. ഈ വചനമൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ എങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ അല്ലല്ലോ വരുന്നത്, ഈ ഭൂമി അല്ലല്ലോ വരുന്നത്, ഇവിടുത്തെ പണമല്ലല്ലോ വരുന്നത്, പ്രതാപമല്ലല്ലോ വരുന്നത്, ഇവിടുത്തെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒന്നുമല്ല പേര്. ഇവിടുത്തെ ജനം നമ്മെ തോളിലേറ്റിക്കൊണ്ട് നടക്കും. നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഒരു മനുഷ്യനെ ജനമെല്ലാം കൂടെ തോളിലേറ്റി വലിയ സ്വീകരണങ്ങളെ കൊണ്ട് നടന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആ തോളിലേറ്റി നടന്ന ജനത്തെ ചവിട്ട് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പം കണ്ണുനീര, ദുഃഖമാ, നിലവിളിയ. അല്ലേലിയ. എന്താണ് സ്ത്രീയെ മോഹിക്കേണ്ടതിന്? അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീയുടെ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിച്ചവരൊക്കെ ഇന്ന് സ്ത്രീ പീഡന കേസിൽ വീണുപോയി. അല്ലേലിയ. സ്തോത്രം. നിങ്ങളതിനകത്ത് വീടരുത് കേട്ടോ. നിങ്ങളത് ചെന്ന് ചാടരുത്. നിനക്കൊരു നല്ല ജീവിതം കർത്താവ് തന്നിട്ടുണ്ട്. നല്ലൊരു ജീവിതം കർത്താവ് തന്നിട്ടുണ്ട്. നീ ആ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം. നീ ഒരു പാപിയായി മനുഷ്യനായി മാറരുത്. അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർ കാണും, അത് പറഞ്ഞോട്ടെ. അവരെ അപവാദി എന്നാ പറയുന്നത്. അല്ലേലിയ. എന്നെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ ഒരുപാട് പേര് പറഞ്ഞുണ്ടാക്കാറുണ്ട്. അല്ലേലിയ. ഞാനൊരു പാപം ചെയ്യുന്നില്ല. തെറ്റുകുറ്റങ്ങളൊക്കെ നോട്ടങ്ങളും സംസാരങ്ങളും ഉണ്ടാകും. പക്ഷെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന പരിഹാസികൾ, അപവാദികൾ നിനക്ക് ചുറ്റിലും ഉള്ളപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വളരെ സൂക്ഷ്മതയോടെ വേണം എന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിപ്പാൻ. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കാറായി, നമ്മുടെ നാളുകൾ തീരാറായി. ഞാൻ നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകേണ്ട കാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെന്നെത്തേണ്ട സ്വർഗരാജ്യത്തിലാണ്. അവിടെ നമ്മൾ എത്തിച്ചേരണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സുഖരൂപങ്ങളിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഒന്നും നീ വഴുതി വീഴാതെ, നീ അതിൽ നിന്ന് വീണു പോകാതെ നീ മാനസാന്തപ്പെടണം. ഈ പാപത്തിൽ വീണാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് തേൻ ഉണ്ടാക്കുന്നത് തേനീച്ചയാണ്. തേനീച്ച രാവിലെ പറന്നുപോയി ദൂര സ്ഥലങ്ങളിൽ ചെന്ന് പൂമ്പൊടി തേൻ ശേഖരിച്ച് അതിന്റെ കൂട്ടിൽ വന്ന തേൻ ശേഖരിക്കുക. ആ തേനീച്ച ഉണ്ടാക്കിയ തേനിനകത്ത് തേനീച്ച വീണ്, നമ്മൾ ഈ തേനൊക്കെ എടുത്തു കഴിഞ്ഞ് പിഴിഞ്ഞൊക്കെ വെച്ച് കഴിയുമ്പം തേനീച്ച അതിനകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ തേനീച്ചയ്ക്ക് പിന്നെ പറക്കാൻ പറ്റത്തില്ല. അല്ലേലിയ. അതിന്റെ ചിറകുകൾ ഉയരത്തിൽ അതിനകത്ത് കുഴഞ്ഞ തേനീച്ച മരിക്കുക എന്ന് പറഞ്ഞ പോലെ. അല്ലേലിയ. പാപത്തിന് വീണ് കുഴഞ്ഞു പോകരുത്. അല്ലേലിയ. എല്ലാം മധുരം പോലെ നിനക്ക് തോന്നും. ചെയ്യുന്ന പാപങ്ങളെല്ലാം തേൻ പോലെ മധുരിക്കും. മധുരിക്കുന്നതെല്ലാം നല്ലതാണെന്ന് ചിന്തിക്കരുത്. ചില മധുരമൊക്കെ നിന്നെ കഷ്ടത്തിലേക്ക് കൊണ്ട്. അതാണ് നമ്മുടെ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, സകല ജനങ്ങളും അനുഭവിക്കുന്നത്. അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, മത നേതാക്കന്മാരടക്കം സകല ജനങ്ങളത്തെ തലമുറയടക്കം പാപത്തിൽ വീണിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് മടങ്ങുക. സുവിശേഷം ആരെയും തകർക്കുന്നതല്ല, സുവിശേഷം ആരെയും ഉപദ്രവിക്കുന്നതല്ല. സുവിശേഷം ശുദ്ധീകരണമാണ്. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. യേശു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. യേശുവിന്റെ ഒരു മതം ഇവിടെ ഇല്ല. യേശു പാപ വിമോചകനാണ്. പാപത്തിന് പരിഹാരം നൽകുന്ന, പാപശുദ്ധീകരണം നൽകുന്നവനാണ്. അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാലുകൾ പാർക്കുന്ന ലോക രാജ്യങ്ങളുടെ 800 കോടി ജനത്തിന്റെയും പാപത്തിന് ശുദ്ധീകരണം നൽകുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ. ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കി എടുത്ത്, അല്ലയ്യ സ്തോത്രം, നിന്നെ ശുദ്ധീകരിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അത് മനസ്സിലാക്കിയത് രാജാവ് ദാവീദിന്. ഈ ഇസ്രായേലിന് 40 വർഷവും 6 മാസവും ഭരിച്ച രാജാവ്. അല്ലേലിയ. നമുക്ക് നമ്മുടെ കേരളത്തിലോ ഭാരതത്തിലോ ലോകരാജ്യങ്ങളിൽ 40 വർഷം 6 മാസം ഭരിച്ച രാജാക്കന്മാരുണ്ടോ? ആരുമില്ലെന്നേ. പഴയ നിയമ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ദാവീദ് 40 വർഷം 6 മാസം രാജാവായിട്ടിരുന്നു. 40 വർഷം 6 മാസം രാജാവായിട്ടിരുന്ന മനുഷ്യൻ പാപത്തിൽ വീട് കഴിഞ്ഞപ്പോൾ ഒരു രാജാവിന് നാദാംബരവാചകന് സ്വാമി ഓർമ്മിച്ചു കൊടുക്കുക, നീ പാപിയാണ്, നീ പാപം ചെയ്തു, നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം.
അത് കേട്ട് രാജാവ് ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ പിന്നെ എൻ്റെ നിങ്ങളുടെ സ്ഥിതിയൊക്കെ എന്താ? നമ്മൾ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടെല്ലാം നമ്മൾ വികട വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ആരെയെല്ലാം കുത്തി നോവിച്ചിട്ടുണ്ട്, ആരെല്ലാം പറഞ്ഞ് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്, ആരുടെയെല്ലാം കുറ്റം നമ്മൾ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം കുറ്റമാണ് നമ്മൾ ഒരു ദിവസം പറഞ്ഞത്, അതെല്ലാം പാപമാണ്. സ്വഭാവേ എല്ലാം പാപമാ. ഒരു പാപിക്ക് സ്വർഗരാജ്യത്തിന് പാട്ടി കാണാൻ പറ്റത്തി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അത് ഒരിക്കലും നിന്റെ മത നേതാവ് പറഞ്ഞാലും നിന്റെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും നിന്നെ കൊണ്ട നടക്കുന്ന ആര് പറഞ്ഞാലും പാപിയമായ മനുഷ്യ, നിനക്ക് സ്വർഗമില്ല. നിനക്ക് സ്വർഗം വേണോ? നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. പാപത്തിന് ശുദ്ധീകരണം നീ വലിയ വെള്ളത്തിൽ വലിയ നദിയിൽ പോയി കുളിച്ചുകൊണ്ട് ശുദ്ധീകരണമായില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ പുറമെയുള്ള പ്രകടനങ്ങൾ കൊണ്ടൊന്നും ശുദ്ധീകരണമില്ല. ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ മാത്രം. യേശു ഒരു മതത്തിന്റെ ആളല്ല. അതുകൊണ്ട് എല്ലാവർക്കും ദൈവമാണ്. എല്ലാവർക്കും ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിയണം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് രണ്ടാമതായി വിശുദ്ധ ജീവിതം, മൂന്നാമതായി വിശുദ്ധ ജീവിതത്തിന് ശുദ്ധ കൈകൾ നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ജീവിതത്തിന് ശുദ്ധ കൈകൾ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ശുദ്ധ കൈകൾ എന്ന് പറയുമ്പോൾ നിന്റെ കൈകളെ നീ വെടിപ്പാക്കണം. നിന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന സകല പാപങ്ങളും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6-ാമത്തെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നെ കേൾക്കുന്ന ഗവൺമെന്റ് ജോലിക്കാരോട് പറഞ്ഞു, അശുദ്ധമായി നീ കൈക്കൂലി വാങ്ങരുത്. കൈക്കൂലി അശുദ്ധമായതാ. ഒരുവൻ ഒരു വീട് പണിയുവാൻ എനിക്ക് സമീപിക്കുമ്പോൾ ഒരു ജാതി സർട്ടിഫിക്കറ്റ് എനിക്ക് തെളിയിക്കുവാൻ, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോൾ, ഒരു സ്ഥിരതാമസക്കാരനാണെന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നീ കൈക്കൂലി വാങ്ങരുത്. ഒരു പേരയ്ക്ക് പെർമിറ്റ് കൊടുക്കുവാൻ നിന്റെ അരികിലേക്ക് വരുമ്പോൾ നീ കൈക്കൂലി വാങ്ങരുത്. അശുദ്ധമാണ്. അശുദ്ധമായി നീ തൊടരുതെന്ന്. ഹല്ലേലൂയ. അതെല്ലാം മേഖല അശുദ്ധമായി തുടർന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ നിന്റെ കൈകൾ വെടിപ്പായിരിക്കണം. 1, നിന്റെ ഹൃദയം വെടിപ്പായിരിക്കണം. 2, നിന്റെ കണ്ണ് വെടിപ്പായിരിക്കണം. 3, നിന്റെ ഹൃദയം കൈ വിശുദ്ധമായിരിക്കണം. നിന്റെ കൈ കൊണ്ട് നീ മറ്റൊരുത്തവനെ കാമി മുറിവേൽപ്പിക്കരുത്. നിന്റെ കൈ കൊണ്ട് നീ കൊള്ളപ്പലിശ വാങ്ങരുത്. നിന്റെ കൈ കൊണ്ട് നീ മോഷ്ടിക്കരുത്. നിന്റെ കൈ കൊണ്ട് മറ്റൊരുവന്റെ ഭാര്യയെ നീ തൊടരുത്. മറ്റൊരുവന്റെ വലിയ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കൈ ഇറച്ചു വരുത്തരുത്. നിന്റെ കൈ കൊണ്ട് നീ മദ്യം തൊഴുന്നതിന്, കൈ കൊണ്ട് നീ പുകവലിക്കുന്ന, കൈ കൊണ്ട് നീ പാപസ്വഭാവം ഒന്നും ചെയ്യരുത്. നിന്റെ കൈകളെ നീ വെടിപ്പാക്കണം. ഹല്ലേലൂയ. നിന്റെ കൈകൾ വെടിപ്പായി മാറണം. 1, ഹൃദയം ശുദ്ധീകരിക്കണം. 2, കണ്ണ് ശുദ്ധീകരിക്കണം. കൈ വെടിപ്പാണ്. അപ്പം അശുദ്ധമായതൊന്നും തൊടരുത്. നീ വഴിയെ കടന്നു പോകുമ്പോൾ അയൽവാസിയുടെ തേങ്ങ റോഡിൽ വീണ് കിടക്കും, അത് നിന്റെ കൈ കൊണ്ട് എടുക്കരുത്. തേങ്ങ എടുത്തുകൊണ്ട് മോഷണമാ. അശുദ്ധമായതാ. അയൽവാസിയുടെ മാവിന്റെ ചൂട്ടിൽ കിടക്കും മാങ്ങ പിറക്കൊണ്ടത് അശുദ്ധമായതാ. തൊടരുത്. അശുദ്ധമായത് തൊടരുത്. നീ തൊടുന്നതൊക്കെ ലോകം കണ്ടില്ലെങ്കിൽ സ്വർഗം കണ്ടിട്ടുണ്ട്. നീ ആരുടെ മോഷ്ടിച്ചുകൊണ്ട് വന്നതൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്. നീ മോഷ്ടിച്ചുകൊണ്ട് വന്ന സകല മുതലും അത് നിനക്ക് ദോഷമായി മാറുന്ന ഒരു ദിവസമുണ്ട്. മോഷണ വസ്തു നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ടോ, അത് നിനക്ക് ശാപമാണ്. അശുദ്ധമായത് എന്തെങ്കിലും നിന്റെ വീട്ടിൽ നിന്റെ കൈ കൊണ്ട് അശുദ്ധമായത് എന്തെങ്കിലും കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിന്റെ ഭവനത്തിലോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ശാപമാണ്. ഹല്ലേലൂയ. അതുപോലെ കൈകൾ ശുദ്ധമായിരിക്കണം. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. ദാവീദേ, നിന്റെ കൈ അശുദ്ധമായത് കൊണ്ടാണ് ദാവീദിന്റെ ഹൃദയം അശുദ്ധമായത്, ദാവീദിന്റെ കണ്ണ് അശുദ്ധമായത്, ദാവീദിന്റെ കൈ അശുദ്ധമായതുകൊണ്ടാണ് ഊരിയാവിന്റെ ഭാര്യയായിരിക്കുന്ന ബേർശേബയെ താൻ അപഹരിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. അത് പാപമായി മാറി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, നിങ്ങൾ അശുദ്ധമാതിലേക്ക് പോകരുത്. അപ്പൊ എന്താണ്? നമ്മുടെ കൈ വെടിപ്പായിരിക്കും. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ കൈകൾ ഉയർത്തി എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ തന്നിരിക്കുന്നതാണ് അവിടെ വിശുദ്ധ കൈകൾ. നിന്റെ കൈകൾ കൊണ്ട് നിർമ്മലമായത്, സത്യസന്ധമായത്, മറ്റുള്ളവർക്ക് പ്രയോജനമായത് മാത്രമേ നിന്റെ കരങ്ങൾ കൊണ്ട് നീ ചെയ്യാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഷ്ടിക്കരുതെന്ന കൽപ്പനയാ. മോഷ്ടിക്കരുത്. 10 കൽപ്പനയ്ക്കകത്ത് ഒരു കൽപ്പന, മോഷ്ടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 4-മതായി വിശുദ്ധ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരം ആവശ്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12 എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. റോമാലേഖനം 12:1. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന 1 കൊരിന്ത്യർ 6-ാം വാക്യം വായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ശരീരവും ദൈവത്തിന് ആവശ്യമാണ്. നിങ്ങളുടെ ഒന്നാമത് നിങ്ങൾ ആദ്യം നടപ്പിനെ നിർമ്മലമാക്കണം. 2, ഹല്ലേലൂയ,
നമ്മുടെ സ്തോത്രം. രണ്ടാമത് നമ്മുടെ വിശുദ്ധി നമ്മുടെ ഹൃദയം, നമ്മുടെ നമ്മുടെ കണ്ണ്. 4 വിശുദ്ധി നമ്മുടെ കൈകൾ. 5 ആമേ സ്തോത്രം നമ്മുടെ ശരീരം. അങ്ങനെ വ്യത്യസ്തമായ നിലയിലൂടെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഈ കാലം കഴിഞ്ഞു പോകും, ഈ സമയം കഴിഞ്ഞു പോകും. ഇന്നലത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല. നാളെ എന്തെന്നും അറിയില്ല. ഇന്നത്തെ ദിവസം മാത്രമാണ്. ഇന്നാണ് സുപ്രസാദ കാലം, ഇന്നാണ് രക്ഷാ ദിവസം. മാനസാന്തരപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേറ്റ് വരുന്ന ശ്രോതാവ്, എനിക്കുന്ന സഹോദര സഹോദരി, രാവിലെ എന്റെ ഹൃദയത്തെ വെടിപ്പാക്കി വേണം നീ ഇതിന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ. നിന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ തുടക്കം നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചിട്ട്, കണ്ണുകളെ വിശുദ്ധീകരിച്ചിട്ട്, കൈകളെ വെടിപ്പാക്കിക്കൊണ്ട്, നിന്റെ ശരീരത്തെ വെടിപ്പാക്കിക്കൊണ്ട് വേണം നീ പോകാൻ. ഹല്ലേലൂയ. പാപം വലിഞ്ഞ് നിന്റെ ജീവിതത്തിൽ വരരുത്. പാപം നിന്റെ ജീവിതത്തിലേക്ക് വരും. ശാപത്താൽ നീ നിറയപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബം അന്യാധീനപ്പെട്ടു പോകരുത്. മാനസാന്തരപ്പെട്ട് മടങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, നീ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും, നഷ്ടങ്ങളും, വേദനകളും, ദുഃഖങ്ങളും, മഹാവ്യാധികളും, പാപങ്ങളും, ശാപങ്ങളും, ബന്ധനങ്ങളും എല്ലാം നിന്റെ കുടുംബത്തെ വിട്ട് മാറും. നീ ശുദ്ധീകരിക്കപ്പെടുന്ന സമയം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. മടങ്ങി അതുകൊണ്ട് ജീവനും വിശുദ്ധിയുള്ള ദൈവത്തെ സമർപ്പിക്കും. ശരീരം ദുർനടപ്പിനുള്ളതല്ല, അത് കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധിയോടെ അത് കാണിക്കണം. ആകയാൽ ദുർനടപ്പ് വിട്ടോടുവിനെന്ന് ആമീൻ കർത്താവിന്റെ വചനം പറയുക. ദൂരത്തെ ലേഖനം 6:18 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 51:10. ഹല്ലേലൂയ. എന്താണ്? ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹൃദയത്തിൽ ശുദ്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിർമ്മലത ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇത് മകനെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഒരു ശുദ്ധീകരണമായി മാറട്ടെ. ദൈവത്തെ നീ തള്ളിക്കളയരുത്. ഇവിടെ ഇവിടെ വലിയ പ്രോസ്പെരിറ്റീസ് തിയോളജി ഒന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ എല്ലാ അനുഗ്രഹവും ദൈവം നിനക്ക് തരുമെന്ന. നീ നിലവിളിക്കുന്ന ഏത് വിഷയമുണ്ടോ ആ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യും. നീ ശുദ്ധീകരണത്തോടെ, ദൈവത്തിന് അനുതാപമുള്ള ഹൃദയത്തോടെ വരുമ്പോൾ ശുദ്ധമായ ഹൃദയവും, ശുദ്ധമായ കണ്ണും, ശുദ്ധമായ കൈകളും, ശുദ്ധമായ ശരീരത്തോടെ നീ ദൈവസ്ഥലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഞങ്ങൾ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എത്തിപ്പെടാത്തവർ, അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 145 കോടി ജനം, തലമുറകൾ എത്തിപ്പെടാത്തവരെയും, ലോകരാജ്യം 100 കോടിയിലെത്തി ജനത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ല. കുടിലോട്ട് കൊട്ടായതുവരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും കർത്താവ് സകല രാജ്യരാഷ്ട്ര തലമുറ ക്രമസമാധാനം ന്യായപാലനം ചെയ്തവരെ, ആദിവാസികളും ട്രൈബലിലും എല്ലാ കർത്താവ് ദ്വീപവാസികളും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യ ശൈശവത്തിനും, ബാല്യ, കൗമാരി, യൗവനത്തിനും, വാർദ്ധക്യത്തിനും, ആരംഭത്തിനും, അശന, യാചക, റോഷണ, ചോട്ട, തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആര് നഷ്ടപ്പെട്ടു പോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുവിൽ വിശുദ്ധ ജീവൻ നയിപ്പാൻ ബാലൻ തന്നെ നടപ്പിൽ നിർഭരമാക്കുന്നതിന്റെ അവരുടെ വചനത്തെ പ്രമാണിക്കുന്ന പോലെ തന്നെ കർത്താവ് ഈ മനുഷ്യന്റെ കർത്താവ് ഹൃദയവും, കണ്ണും, കൈകളും, ശരീരവും വെടിപ്പാക്കി വിശുദ്ധ ജീവൻ നയിച്ച് കർത്താവിന്റെ വരവിനായി സകല ജനത്തെ ഒരുക്കണമേ. പാപങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ബന്ധങ്ങൾ ഒഴിയട്ടെ, തലമുറ വിടിവിക്കപ്പെടട്ടെ. ലോകപാടുള്ള ജനത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവി, ലോകം നേരിടുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തീവ്രവാദ, ഭീകര, വർഗീയവാദങ്ങൾ മാറി ജനമെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ആരും രക്തം ചുരുപ്പാട്ടേകാതെ കൈകൾ വെടിപ്പാക്കുവാൻ ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്തെടുത്താട്ട് യേശു കർത്താവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.